ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും വളരെ കൃത്യമായ സൂക്ഷ്മതയോടെയുള്ള ആക്രമണമാണ് നടത്തിയത്. അതായത് സാധാരണ ജനങ്ങളെ ഒന്നും കൊന്നൊടുക്കാതെ ഇവർ ലക്ഷ്യം വെച്ച് സൈനിക മേധാവികളെ, ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെയാണ് കൊന്നത്. അപ്പം നഥാൻസ് എന്ന് പറയുന്ന ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ പരീക്ഷണങ്ങളുടെ ഒരു കേന്ദ്രമെന്ന് പറയാം. അതായത് ആണവ പദ്ധതിയുടെ ഹൃദയമെന്നാണ് ഈ നഥാൻസിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇറാൻ എന്ന് പറയുന്ന രാജ്യം പർവ്വതങ്ങളാൽ, മലകളാലൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെ അവയാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ മലനിരകളുടെ അടിയിലാണ് നഥാൻസ് എന്ന് പറയുന്ന ആണവ പരീക്ഷണ കേന്ദ്രം. ഏതാണ്ട് 3 നിലകളോളം താഴോട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 1,00,000-ലധികം സ്ക്വയർ ഫീറ്റ് ഒക്കെ വിസ്തൃതിയുള്ള ഒരു ഗവേഷണ കേന്ദ്രവുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് കൃത്യമായ ആക്രമണം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 90%-ലേക്ക് എത്തുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നു. അതായത് യുറേനിയം 235 എന്നുള്ളത് യുറേനിയം 238 എന്നതിലേക്ക് മാറുമ്പോഴാണ് അതിനാണ് ഈ സമ്പുഷ്ടീകരണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 മുതൽ 15 വരെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കും, അല്ലെങ്കിൽ ഇറാൻ നിർമ്മിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അവിടേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നൽകുന്ന സൂചനകൾ അനുസരിച്ച് നഥാൻസിൽ നിന്ന് ആണവ ചോർച്ച ഉണ്ടായോ എന്നൊരു സംരക്ഷണം. അപ്പം ഇസ്രയേൽ ഹെൽഫയർ എന്ന് പറയുന്ന അമേരിക്ക നൽകിയ കൃത്യതയുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഈ മിസൈലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലേസർ ഉപയോഗിച്ചാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലുകൾ വാങ്ങാനായിട്ട് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നേരത്തെ തന്നെ വലിയ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇടയ്ക്ക് ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അത്ര സുഖത്തിലല്ല, ബന്ധങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്തയും വന്നിരുന്നു. പക്ഷേ ഇരു രാജ്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്യുകയും, അതായത് ഇസ്രയേൽ ഹമാസിനെ ഒക്കെ തീർത്തതിന് സമാനമായ ഒരു ആക്രമണം നടത്തണമെന്ന് അമേരിക്കയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഇറാനിലേക്ക് മൊസാദിൻ്റെ ചാരന്മാർ, മൊസാദിൻ്റെ കമാൻഡോകൾ കടന്നു കയറുകയും അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തതും. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് മിസൈലുകൾ അയക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഹെൽഫയർ എന്ന് പേരിട്ടുള്ള ലേസർ നിയന്ത്രിക്കുന്ന മിസൈലുകൾ അമേരിക്ക ഇസ്രയേൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇറാനുള്ളിൽ നിന്ന് മൊസാദ് കമാൻഡോകൾ കൃത്യമായ നിർദ്ദേശങ്ങൾ, കൃത്യമായ സൂചനകൾ നൽകുമ്പോൾ എവിടെയൊക്കെയാണ് ഈ സൈനിക തലവന്മാർ ഉള്ളതെന്നും എവിടെയൊക്കെയാണ് ഈ ആണവ ശാസ്ത്രജ്ഞന്മാർ ഉള്ളതെന്നുമുള്ള വിവരം ഈ ആക്രമിക്കാൻ വന്ന ഇസ്രായേലി എയർഫോഴ്സിനും മൊസാദിനും അതുപോലെ തന്നെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനുമൊക്കെ വിവരം കൃത്യമായി ലഭിച്ചു. അങ്ങനെ ആക്രമണം നടത്തിയപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നഥാൻസ്, അതായത് ടെഹ്റാനിൽ നിന്ന് 217 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കൻ മേഖലയിലാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ആണവ പരീക്ഷണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന് ലോകത്തിനെല്ലാം അറിയാവുന്നതാണ്. ഇതുകൂടാതെ ഇസ്ഫഹാൻ, ഫെർദോ തുടങ്ങിയ മേഖലകളുമുണ്ട്. പക്ഷേ അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ കൃത്യമായ ആക്രമണം നടത്തിയത് മുഴുവൻ തന്നെ ഈ നഥാൻസ് എന്ന് പറയുന്ന മേഖലയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ ആണവ നിർമ്മാണം പൂർത്തീകരിച്ചാൽ, അല്ലെങ്കിൽ ആയുധം നിർമ്മാണം പൂർത്തീകരിച്ചാൽ അതാദ്യം എടുത്ത് പ്രയോഗിക്കുന്നത് ജൂതന്മാർക്കെതിരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നഥാൻസിന് മേൽ കൃത്യമായ ആക്രമണം ഇസ്രയേൽ നടത്തിയത്. ഈ ആക്രമണത്തിൽ ഹെൽഫയർ എന്ന് പറയുന്ന ലേസർ നിയന്ത്രിത മിസൈലുകളാണ് ഉപയോഗിച്ചതിൻ്റെ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിൻ്റെ പ്രത്യേകത വളരെ കൃത്യതയുള്ളതും വിനാശകരവുമായ മിസൈലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആണവ ഗവേഷണം നടന്നപ്പോഴോ പരീക്ഷണം നടന്ന സമയത്തുമാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായും ആണവ കിരണങ്ങൾ പുറത്തേക്ക് വരാം. എന്ന് വെച്ചാൽ ആണവ ചോർച്ച ഉണ്ടാകാം. ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല ഈ ഗൾഫ് മേഖലയിലേക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ആറ്റം ബോംബ്, ഇത് മാത്രമാണ് ലോകത്തിന് ആകെ അറിവുള്ള കാര്യം. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ഇന്നും ജപ്പാനിലെ ജനങ്ങളുടെ ദുരിതങ്ങളെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പുതിയ കാലഘട്ടത്തിലെ ആണവ ആയുധങ്ങൾ. അപ്പോൾ എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാമെന്നുള്ളത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണ് നഥാൻസിലേക്ക് ഇസ്രയേൽ നടത്തിയ ഈ കൃത്യമായ ആക്രമണത്തിലൂടെ ആണവ ചോർച്ച ഉണ്ടാകാമോ എന്ന സംശയം വരുന്നത്. കാരണം ഈ IAEA അവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% നിന്ന് 90%-ലേക്ക് എത്തുന്നുണ്ട്. ഇനി വളരെ വേഗം ആയുധം നിർമ്മിക്കാം. അതുകൊണ്ട് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്രയും പെട്ടെന്ന് മറ്റ് രാജ്യത്തിലേക്ക്, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. അന്ന് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരുന്നു, ഇല്ല
അമേരിക്കയുടെ തിട്ടൂരൊന്നും ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ, മെഡിക്കൽ മേഖലയുടെ വികാസത്തിന് ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കനത്ത ആക്രമണം ഇസ്രയേൽ ഇറാന് നേരെ നടത്തിയിരിക്കുന്നു. അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു. തിരിച്ചടിക്കാൻ എയർക്രാഫ്റ്റുകൾ പോലും ഇറാനില്ല. ആകെ റഷ്യയും ചൈനയും ഒക്കെ കൊടുത്ത ഏതാനും ഡ്രോണുകളും മിസൈലുകളും മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരു പക്ഷേ ഈ ആണവായുധം എടുത്ത് പ്രയോഗിക്കുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആണവ ചോർച്ചയ്ക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുമോ, ലോകം ആശങ്കയോടെ നോക്കുന്നു. കാരണം ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്നത് ഒരു മതാചാര്യനാണ്. അയാൾക്ക് മതവിശ്വാസങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്ന ജൂതരാജ്യത്തെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാൻ സാധിക്കും. അവിടെ ഈ മതനേതാവ് എന്ത് തീരുമാനമെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇറാൻ്റെ ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആണവ ചോർച്ച അവിടെ നിന്ന് സംഭവിച്ചാൽ അതിനെ അതിജീവിക്കാൻ ഒരു പക്ഷേ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കോ അറബ് രാജ്യങ്ങൾക്കോ സാധിക്കില്ല. അതുകൊണ്ട് വളരെ നിർണായകമാണ് ഈ ഹെൽഫയർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നദാൻസ് ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം. ഈ ആക്രമണത്തിൻ്റെ ബാഹ്യഫലങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയിക്കാം, എന്തുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമനേയിയെ വെറുതെ വിട്ടതെന്ന്. അതായത് ഒരു മനുഷ്യനെ കുരുതി കൊടുക്കാതെ ഒരു മിത്തിനെ നിഷേധിക്കുന്ന നിലപാട് ഇത് വളരെ തന്ത്രപരമാണ്. കാരണം ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടാൽ അതിൻ്റെ രക്തസാക്ഷി പരിവേഷവുമായി മകൻ മുജ്താബ് ഖമേനി ഒരു പക്ഷേ അടുത്ത ആയത്തുള്ളയായിട്ട് വരാം. അതിന് ഇസ്രായേൽ അനുമതി കൊടുക്കില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആണവ രാജ്യമായിട്ട് ഒരു മുസ്ലിം രാജ്യം ഉയർന്നു വരാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇറാനെ തീർത്ത് കെട്ടാനായിട്ട് ഡൊണാൾഡ് ട്രംപ് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽഫയർ എന്ന് പറയുന്ന മിസൈൽ കൊടുക്കുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക ഇസ്രായേലിനോട് അറിയിച്ചു. അതുകൊണ്ടാണ് ഇത്തരം ഒരു മിസൈലിനെ കുറിച്ച് ലോകം ഇന്ന് വരെ ചർച്ച ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാ യുദ്ധവിമാനങ്ങളിലും ഇത്തരത്തിലുള്ള ഹെൽഫയർ മിസൈലുകൾ ഘടിപ്പിച്ചിരുന്നു. അവയെല്ലാം തന്നെ ലേസർ കൊണ്ട് നിയന്ത്രിച്ചു. കൃത്യമായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായി മാറുന്നു എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ ആണവ കേന്ദ്രം, ഇപ്പോൾ ഫൊർദോ പോലെയുള്ള അല്ലെങ്കിൽ ഇസ്ഫഹാൻ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ എന്ത് പ്രവർത്തനം നടത്തുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിലും പർവ്വതങ്ങൾ കൊണ്ട് പാറക്കൂട്ടങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു പ്രദേശത്തിനടിയിലാണ് ഇത്തരത്തിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തൽക്കാലം അവർ രക്ഷപ്പെട്ടു എന്ന നിലപാടിലേക്ക് വേണമെങ്കിൽ പോകാം. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന ആണവ ചോർച്ച, അതല്ലെങ്കിൽ ഇറാൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ആണവ ചോർച്ച, ഇത് രണ്ടും ലോകത്തിന് വലിയ ഭീഷണി ഉണ്ടാകും. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലെ വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു സംഘം, അതായത് അതിൻ്റെ വൈദഗ്ധ്യമുള്ള ശാസ്ത്രജ്ഞന്മാർ അവിടെ പോയി പരീക്ഷണങ്ങൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇസ്രയേൽ ഇറാനിലേക്കും ഇറാൻ ഇസ്രയേലിലേക്കും ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അവിടേക്ക് പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സുരക്ഷിതമായ കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചർച്ച UN-ൻ്റെ നേതൃത്വത്തിലോ ലോകരാജ്യങ്ങളുടെ നേതൃത്വത്തിലോ ഒക്കെ ആരംഭിക്കണം. അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ലോകത്തുണ്ടാകും. അത് മൂന്നാം ലോക യുദ്ധത്തിനുള്ള തുടക്കമായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ട.